So നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫൈറ്റർ is gonna enter the ring. So he's getting ready. He will be trying 7 മത്സരങ്ങളാണ് നടക്കുന്നത്. ഓരോ ബൗട്ടിലും 3ഉം 5ഉം വീതം റൗണ്ടുകളാണ് നടക്കാൻ പോകുന്നത്. So after this 4 rounds അല്ലെങ്കിൽ 5 roundsന് ശേഷമാണ് നമ്മൾ ആരാണ് വിന്നർ എന്ന് പറയുന്നത്. I hope all of you know how the game runs, how is the rules of this game. And ആദ്യം പറഞ്ഞ നമ്മൾ ആ മുട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിന് ബൗട്ടുകൾക്ക് എല്ലാം ശേഷമാണ് we will be doing that session. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഫൈറ്റർ is here. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാളും കൂടി വേണ്ടേ? So boys and girls, അങ്ങനെ വാഴക്കുളത്തിന്റെ മണ്ണിലേക്ക് വീണ്ടും കരുത്തനായ ഒരു പോരാളി കൂടി കടന്നു വരുന്നു. യെസ്, അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുക്കാട്ടോ. കാരണം ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ചോര തുപ്പുന്ന മത്സരമാണ്. അദ്ദേഹം ഇവിടെ റെഡിയാണ്. സോ ഇനി അടുത്ത ഫൈറ്ററെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ റൈസിംഗ് സ്റ്റാർ, വെറും 25 വയസ്സുകാരനായ ഈ ഒരു യുവതാരത്തിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ജീസസ് ടവറിന്റെ സ്വന്തം കേശവൻ എം. Here comes Mr. Keshavan. Let's make some noise, everybody. അപ്പം 2 ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ടീം തിരിക്കണം. ആരുടെ ടീമിലാണ്? പറഞ്ഞ ആ ടീമില് ഇതിൽ ആരെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അബൂബക്കറിന്റെ ടീമില്. ഞാൻ ഉറപ്പായിട്ടും കേശവൻ. അപ്പം അബൂബക്കറിന്റെ ടീമും കേശവന്റെ ടീമും ഉണ്ട്. ഈ സൈഡ് ആരുടെ ടീമാണ്? ഉറക്കെ പറഞ്ഞോ. അബൂബക്കറിന്റെ ടീം. ഇവിടെ ആരാണ്? കേട്ടില്ല. യെസ്, ഈ ടീം ആരോടെയാണ്? കേശു അബൂബക്കറുണ്ട്. ഇവിടെ 2 ടീമുണ്ട് കേട്ടോ. അബൂബക്കറിന്റെ ടീം ഒന്ന് നല്ല കൈയ്യടിച്ച്. മത്സരം കഴിക്കുന്ന ഉറപ്പാണല്ലോ. മത്സരം നടക്കുന്ന ഉറപ്പാണ്. ഇനി ഇവിടെ ഒരു തല്ല്, നമ്മൾ തമ്മിൽ ഒരു തല്ല് നടക്കുമെന്ന് കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് മത്സരത്തിനുള്ളതായി ഇവിടെ പന്തായം വെക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ആ പന്തായം വെക്കാൻ നിങ്ങൾ പരസ്പരം പന്തായങ്ങൾ വെക്കാം. പക്ഷെ ആർക്ക് കിട്ടിയാലും ഈ സംഘാടക സമിതിക്ക് പകുതി തരണമെന്ന് മാത്രം. പറ്റുമോ? സംഘാടക സമിതിക്ക് പകുതി തരാമെങ്കിൽ മാത്രമേ പന്തായം വെക്കാൻ പറ്റുള്ളൂ. റെഡിയാണോ? അതിന് റെഡിയാണ്. ഓക്കെ, നമുക്ക് മത്സരം കാണാം. ഞാൻ അബൂബക്കറിന്റെ ടീം.
കയ്യടി വരുന്നവർ വരെ ആവേശം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ആരവം വേണം. മ്യൂസിക് പ്ലേ അങ്ങോട്ടേക്ക് മ്യൂസിക്. നമ്മുടെ സ്പോൺസർമാരുടെ ചങ്കിടിപ്പ് നമുക്കിവിടെ കേൾക്കാം. ഓക്കെ അല്ലേ? അബൂബക്കറിന്റെ വീട് കിടക്കുകയാണ്. അബൂബക്കർ വീട് കിടക്കുകയാണ്. നമുക്കറിയാം അബൂബക്കർ വീട് കിടക്കുക. പക്ഷെ വിജയം പ്രഖ്യാപിച്ചിട്ടില്ല. ടൈമൗട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രീ അദ്ദേഹത്തിന് കോച്ചാണ് എത്തിയിരിക്കുന്നത്. ഡോക്ടർ സൈദറുണ്ട്. എന്തായാലും നോക്കുന്നു. നമുക്ക് ആരവം കരണ്ട. നല്ല കൈയടി ഒടിച്ചാൽ അദ്ദേഹം തിരിച്ചെഴുന്നേക്കും. നല്ല കൈയടിക്കോ, കൈയടിക്കോ. വിളിക്കോ നിങ്ങളെല്ലാവരും. വിളിച്ചാൽ എഴുന്നേറ്റ് വരുമ്പോ കാണാം. Come on, come on, come on. Come on, come on, Abubakar, come on, come on, ഒന്ന് വിളിക്കോ, എന്നിട്ട് വിളിക്കോ, അതിനകത്ത് വിളിക്കോ. Come on, come on, come on. മിസ്റ്റർ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആംബുലൻസ് പെട്ടെന്ന് എത്തിക്കണം. ഡോക്ടർ പറയുന്നു. രണ്ടുപേര് ബൗൺസേഴ്സ്, രണ്ടുപേര് പെട്ടെന്ന് റിംഗിലേക്ക് ചെല്ലണം. രണ്ടുപേരും ചെല്ലോ. ഇതൊക്കെ മത്സരത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, മത്സരത്തിലുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എല്ലാത്തിനും സജ്ജരായി നിൽക്കുന്ന ഒരു മെഡിക്കൽ ടീമും എല്ലാ ടീമുകളും ഇവിടെ ഉണ്ട്. ആ ഒരു വഴിയൊന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം പ്ലീസ് പ്ലീസ്. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇനി നമ്മുടെ മൂന്നാമത്തെ ഫൈറ്റർ രണ്ടാമത്തെ ബൗട്ടിലേക്ക് വരുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന പാർ സെന്റർ പാത്വേ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ റാമ്പിന്റെ സൈഡ് റെഫറി മിസ്റ്റർ മനു ഇരു പ്രാവശ്യം ബൗട്ട് 2 റെഫറി ആയിരിക്കുന്നത് മിസ്റ്റർ മനു. വെൽക്കം. ആൻഡ് ഫൈറ്റർ 3 ഈ ഒരു ബൗട്ട് നമ്പർ 2 ലെ ആദ്യത്തെ ഫൈറ്ററെയാണ് നമ്മൾ ആവേശപരമായി സ്വാഗതം
ഈ ഒരു ആവേശകരമായ മത്സരത്തിൽ ഇനി അടുത്ത ഒരു ഫൈറ്റർ ബൗട്ട് 2 രണ്ടാമത്തെ ഫൈറ്റർ ഒരു പരിപൂർണ വിജയ റെക്കോർഡുമായി തോൽവി എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് ഇനി റിംഗിലേക്ക് കടക്കുന്നത്. അത് മറ്റാരുമല്ല, മിന്നൽ വേഗമുള്ള ഇടങ്കാൽ പഞ്ചുകൾ കൊണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന നമ്മുടെ സ്വന്തം സെന്റർ ഫോർ വാഴപ്പുറത്തിന്റെ ജിഷ്ണു യുദ്ധ. അങ്ങനെ നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരൻ ജിഷ്ണു യുദ്ധയാണ് ഇനി റിംഗിലേക്ക് കടക്കാൻ പോകുന്നേ. അങ്ങനെ ഇവിടെ ആരെങ്കിലും തീർച്ചയായും നോക്കാം. ജിഷ്ണു ഓക്കെ നോക്കാം. ഓക്കെ, അപ്പൊ മത്സരം അങ്ങനെ ആരംഭിക്കാൻ നല്ലൊരു കൈയ്യടി കൊടുത്താൽ ആ മത്സരം ആവേശത്തിലേക്കാകും. നല്ലൊരു കൈയ്യടി പ്ലീസ്. കൈയടിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഒരു എനർജി ഉണ്ടാകുള്ളൂ. റെഡി? ആവേശമാകുകയാണ്. ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഒന്ന് നല്ലൊരു കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ മാത്രമാണ് ആ ഫൈറ്റിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. റെഡി റെഡി. ആ മ്യൂസിക് നല്ല പഞ്ചലം കൊടുത്തോട്ടോ, എന്നാലേ ആളുകൾക്ക് ഒരു ആവേശമുള്ളൂ. അങ്ങനെ നമ്മുടെ ബൗട്ട് 2 ഇത് ആരംഭിക്കുകയാണ്. അങ്ങനെ സോയിലാണ് വരുന്നത്. ആ ആവേശം നമ്മൾ കണ്ടില്ല. നല്ല സോയിൽ വരുന്നു. പിന്നീട് അവരുടെ എനർജി അങ്ങനെ പൊതുവെ എടുക്കുകയാണ്. വിഷ്ണു കൈയടി പോരാ. ഓ കിക്കാണോ, നല്ല കിക്കാണ് ചെയ്യുന്നത്. പോട്ടെ. തെറ്റുന്നില്ല അവര്. റെഡി. അതെ, ഒന്ന് ആവേശം കൊടുത്ത് രണ്ട് ആനടിച്ച അവർ അതുപോലെ ഇടിക്കട്ടെ. നിങ്ങളൊന്ന് കൈയടിക്കേ. ഒന്ന് ആവേശം കൊടുത്ത് ആയുഷ്മാനൊരു ആവേശം കൊടുത്ത് ആ ജിഷ്ണുവിനൊരു ആവേശം കൊടുത്ത്. ജിഷ്ണു നമ്മുടെ മലയാളികളുടെ മാനം കേൾക്കാൻ ജിഷ്ണു ഇല്ല വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ ആയുഷ്മാൻ ഒന്ന് നിങ്ങളെ അങ്ങനെയൊന്നും തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇല്ല, മലയാളികളെ
ഇല്ല, വിഷ്ണുവിനെ വളർത്തിയടിക്കാൻ ആയുഷ്മാനെ നിനക്ക് പറ്റില്ല. ഇവൻ മലയാളിയാണ്. മലയാളിയുടെ ആവേശം അവന്റെ മനസ്സിലുണ്ട്. മലയാളികളുടെ കരുത്തുണ്ട്. വാഴക്കുളക്കാർ ഇതിലും വലിയ ഇടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇടിക്ക് നിങ്ങൾ ആവേശം കൊടുക്കണം, ആർന്നു വിളിക്കണം. ഇല്ല, വിഷ്ണു വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. സെന്റർ റോഡിന്റെ ജിഷ്ണു നല്ല അപാര ഫൈറ്റിലാണ്. അവരുടെ മുഖത്തും സ്പോൺസേഴ്സിന്റെ മുഖത്തും ആ ഒരു ആവേശം പുറത്ത് കാണാനുണ്ട്. അകത്ത് ഇവർ ഇടിക്കുന്നെങ്കിലും പുറത്ത് അവരുടെ മനസ്സിലും കൂട്ടയിടി നടക്കുകയാണ്. അവരുടെ ആരാധകരും ആർമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികൾ എന്ന നിലയിൽ നമ്മുടെ ജിഷ്ണുവിന് അന്ന് പ്രമോഷൻ കൊടുക്കുന്നത് നമ്മുടെ അലിഞ്ചാണ്. പക്ഷേ ആയുഷ്മാനോ ആയുഷ്മാനെ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് പക്ഷെ അതിലേക്ക് നമ്മൾ ഇടിവന്നു. കാരണം നമുക്ക് നോക്കാം മത്സരം നോക്കോ. നമ്മളെല്ലാരും പറഞ്ഞാല് രണ്ട് സ്പോൺസർമാരുടെ മനസ്സിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആര് ഇടിച്ചത് അറിയാൻ വേണ്ടി. അതെ, വീണ്ടും ആയുഷ്മാൻ ആയുഷ്മാൻ വിഷ്ണു അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത്. അതെ, പക്ഷെ വിഷ്ണുവിന്റെ മുഖത്ത് ആ ചിരി കണ്ടില്ല. ഇതെനിക്ക് നിസ്സാരം എന്നാണ് വിഷ്ണു. ആയുഷ്മാൻ വിട്ടു കൊടുക്കുന്നില്ല. പക്ഷെ വിട്ടു കൊടുക്കില്ല. വിഷ്ണു തോന്നില്ല. വിഷ്ണു കറങ്ങി അറിയണം പോലെ ആ മ്യൂസിക് ബീജ് വന്നിട്ടുണ്ട്. രണ്ട് ഇടുപ്പൊക്കെ അതുകൊണ്ടാ ആയുഷ്മാൻ. ഓ വിഷ്ണു ആയുഷ്മാൻ ഒന്നാദ്യം കൈയെടുത്ത വിഷ്ണുവിന്റെ ആദ്യം എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിട്ടുകൊടുക്കില്ല എന്ന് ഒറ്റ തീരുമാനമാണ് ഞങ്ങളുടെ ടീം. ആയുഷ്മാൻ ആയുഷ്മാൻ അതൊക്കെ ഈസിയാണ്. വിഷ്ണുവിന്റെ ഇടത്തേക്കാൾ ആയുഷ്മാൻ അവരുടെ മുഖത്തോട് മുഖം നോക്കി കാര്യം പറയുന്ന പരിപാടിയല്ല. എന്താണ് അടിച്ച് മലർത്തിയാണ് ആയുഷ്മാൻ. ഒരു മാറ്റമില്ല. വിഷ്ണു ആയുഷ്മാനെ റാമ്പിലെ കളിച്ചു. ഇടംകാലൻ പത്തിന്റെ ഉസ്താദായ വിഷ്ണു ഇതാ ആയുഷ്മാനെ പടത്തിയടിക്കാനുള്ള ശ്രമത്തിൽ റഫറികളുണ്ട്. എന്നാലും വീണ്ടും തുടരുന്നു. എനിക്ക് നടക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിക്കാണ് ആയുഷ്മാൻ. വലിയൊരു പഞ്ച് ആയുഷ്മാന്റെ മുഖത്താണ്. ഇടംകാലൻ പഞ്ചിന്റെ ഉസ്താദായ വിഷ്ണു ഇല്ല വിഷ്ണു വിട്ടുകൊടുക്കില്ല. ഒരു മലയാളിയുടെ വീര്യം ഞങ്ങൾ ഒട്ടും ചോർക്കാതെ തന്നെയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ അതിഥികൾക്കും ആവേശമുണ്ട്, മലയാളികൾക്കും ആവേശമുണ്ട്. ഇത് എവിടെ എത്തും എന്നൊരു പിടുത്തമില്ല. അത് ഇടുകയാണ്. ഇതാ കാലം മാറിയടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഓണത്തിന് നമ്മുടെ പറമ്പുകളിൽ ക്ലബുകളിലെല്ലാം കണ്ടുവരുന്ന അടി, അതിനെ ഓർമ്മിക്കുന്ന ഇപ്പൊ നമ്മൾ റാമ്പിലാക്കി. അവർ ആവേശത്തോടെ തല്ലുകയാണ്. നമ്മളിൽ നിന്ന് തല്ലി കാണുന്നു. ചെറിയ ഫൗളില്ലായ്മകളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ടൈമൗട്ട് വന്നിരിക്കുകയാണ്. ഈ മത്സരം നീണ്ടു നിൽക്കുകയാണ്. അതാണ് ഒരു ആവേശം. നമുക്ക് എത്ര കണ്ടാലും അതിനകത്ത് അത്
എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ടോം അവിടെ ഇപ്പൊ ടോമിന്റെ അടുത്ത് ചോദിക്കട്ടെ. മത്സരം ടോം എങ്ങനെയുണ്ട്? വീണ്ടും മത്സരം ആരംഭിച്ചിരിക്കുന്നു. വിഷുവിന്റെ നേർക്കാണായി നീങ്ങുന്നത്. വിഷുവിന്റെ നേർക്ക് തന്നെയാണ് നീങ്ങുന്നത്. ബാക്കിക്ക് ഒരു രക്ഷയില്ലാതെ എവിടെ മൈക്കവിടെ നിങ്ങളെവിടെ ആവേശം കൊള്ളിക്കുന്ന വിഷുവിന്റെ ടീമിന്റെ മൈക്കവിടെ? റാമ്പിൽ നിൽക്കുന്നവരെല്ലാവരും ഒന്ന് അവിടെ ഇരുന്നതാണ്. റാമ്പിൽ എല്ലാവരും മാറി എല്ലാവരും ബാറ്റിൽ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ടെന്നേ എല്ലാവരും നമ്മുടെ ആൾക്കാരെ ഇല്ല ഇല്ല ലിംഗ ഇത് വിഷ്ണു. ലാസ്റ്റ് റൗണ്ടാണ്, അവസാന ആവേശം. ഇടക്കാലം പഞ്ചുകളുടെ രാജാവ് ജിഷ്ണു. രാജാവായ ജിഷ്ണുവിനെ വലത്ത് കാലിന് കൊണ്ട് പഞ്ച് ചെയ്ത് ആയുഷ്മാൻ. ഇല്ല ഇല്ല നിങ്ങൾ തോൽക്കില്ല കേട്ടോ. വിട്ടുകൊടുക്കൂല. ഇല്ല വിട്ടുകൊടുക്കൂല. റബ്ബർ പോകാനും വിട്ടുകൊടുക്കൂല. ആ വിഷ്ണുവിന്റെ ചിരി മാത്രം മതിയല്ലോ അല്ലേ? അതെ, ഞങ്ങൾ ആ ഒരു ചിരിക്ക് കൊടുക്കുന്ന ആയുഷ്മാൻ ചിരി കണ്ടാൽ ഇടിക്കുമോ? ഒന്ന് വീട് ഇതാ വീട് വിട്ടുകൊടുക്കരുത്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിന്റെ അഭിമാനത്തിലേറെ വാഴക്കുളംകാരുടെ അഭിമാനത്തിന്റെ വൃത്തം. അവസാനമായിട്ട് പോരാട്ടമാണ്. അവസാന നിമിഷങ്ങൾ ആവേശത്തോടെ നല്ല ഒരു ലോക്ക്ഡൌണിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പൗരലേക്ക് നിൽക്കുന്നു. ഇല്ല ഇല്ല യുദ്ധം വിട്ടു കൊടുത്തില്ല. ഇല്ല ഏറ്റവും ആവേശകരമായ ഫൈറ്റാണ് നമ്മുടെ അതിഥിയായ നമ്മൾ ആസാമിൽ നിന്നെത്തിയാണ് കേരളത്തിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ അഭിമാന പ്രശ്നം, വാഴക്കുളത്തിന്റെ അഭിമാന പ്രശ്നം. എന്റെയും രണ്ടുപേർക്ക് തളർച്ചയുണ്ടെന്നോ എങ്കിലും ആവേശം നമ്മളാണ് കൊടുക്കേണ്ടത്. അതിന് നിങ്ങളൊരു കയ്യടി ഇല്ലെങ്കിൽ അവർക്ക് ആവേശം ഉണ്ടാവും. അവർ ഇടികൊണ്ട് തളരുന്നു, നമ്മൾ കൈയടിക്കുമോ? തളർന്നു നിൽക്കുന്ന സമയം നോക്കി എല്ലാം ശരിയാണ്. നമ്മൾ തോന്നുന്നത് ശക്തികളായി അതെ, നമ്മൾ തോന്നുന്നത് വർഷങ്ങളാണ് പറയുന്നത്. നമുക്കറിയില്ല ഇതിന്റെ ശക്തികളാണോ നമുക്കറിയില്ല. വളരെ നല്ലൊരു ഫൈറ്റാകും. നല്ലൊരു കൈ കൊടുക്കാൻ നല്ലൊരു കൈ കാണാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു
ഈ ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് തമ്മിൽ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇനി റഫറി ജഡ്ജസ് തീരുമാനിക്കും ഇതിന്റെ ഫൗളുകൾ ഉണ്ടായിട്ടില്ല, അതിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ അപ്ലിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും ഈ ജഡ്ജസ് നമുക്ക് ഇവിടെ 3 ജഡ്ജിംഗ് പാനലുകളാണുള്ളത്. അതിൽ നിന്നുള്ള ഒരു അന്തിമമായ തീരുമാനം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആരാണ് ഈ ഒരു ബൗട്ട് 2-ലെ വിന്നർ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഈ ബൗട്ട് 2-ലെ രണ്ടുപേരും അസാധ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും ജിഷ്ണു ആയിക്കോട്ടെ ആയുഷ്മാൻ ആയിക്കോട്ടെ ഒരു അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഗംഭീരമായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. എന്തായാലും 3 ജഡ്ജിംഗ് പാനലിൽ നിന്നുമാണ് ഇപ്പോൾ ഉള്ളത്. ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ നാളുകളായി റഫറിയായിട്ട് നാട്ടിലാണ്. ഇപ്പോഴത്തെ ഈ ഫൈറ്റിനെ കുറിച്ച് കാണാം. ഇപ്പോൾ സമതുല്യമായിട്ട് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും രണ്ട് ഫൈറ്റേഴ്സും ഈ കളികളായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് വെരി ടഫ് ടു ആൻഡ് സ്കോർ ബിക്കോസ് നോക്ക് ഡൗൺസ് രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്തു. സോ ഐ തിങ്ക് സൈലന്റ് ജഡ്ജസ് നല്ല ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഇതിൽ മാർക്ക് ചെയ്യാൻ. ലെറ്റ്സ് സീ ഹൂ ഈസ് ദ വിന്നർ. നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്ന് നമുക്ക് നോക്കാം. ഐ ഹോപ്പ് ദി ജഡ്ജസ് ആർ റെഡി. All yours on to the announcement. ഹലോ Hello. Okay. Audience, any guesses? ഓഡിയൻസിന് ആർക്കെങ്കിലും പറയാൻ പറ്റും ആരായിരിക്കുന്നു? ആരാണ്? ജിഷ്ണു. ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റും ആരാണ് വിജയിച്ചത്? ഓഡിയൻസിന് അവിടെ ജിഷ്ണു പറ. ആരാണ്? ജിഷ്ണു. ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ്? ജിഷ്ണു. റഫറി സാർ എല്ലാവരും പറയും ജിഷ്ണു എന്നാണ് ഓഡിയൻസ് പറയുന്നത്. ഇത് നമുക്ക് നോക്കാം ആരാണ്. The winner is Ayushman. ഇതൊരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരത്തിൽ തോൽപ്പിക്കാൻ മാർക്കിംഗ് അടിസ്ഥാനത്തിലാണ് ആയുഷ്മാനാണ് തീർച്ചയായും രണ്ടുപേരും ഇൻഷുറൻസ് പോരാട്ടമായിരുന്നു. Congratulations. And we have the sponsor here. എല്ലാവരും sir please ഒന്ന് അങ്ങോട്ട് നമ്മുടെ ഫോട്ടോ അവിടെയാണ്. നമുക്കൊരു ക്യാഷ് പ്രൈസ് ആണ്. We gonna get a cash prize. So 25,000 rupees ആണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇതാണ് സമയത്ത് മാത്രമേ ഉള്ളൂ. അതിന്